ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കും കട്ടൻ ചായയൊക്കെ കുടിക്കാനായിട്ടൊരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായിട്ടോ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നങ്ങനെ ഞാൻ ഒരു ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിക്കാനായി വയ്ക്കാം. ഒരു വിസിലൊക്കെ തന്നെ അധികമാണ് കേട്ടോ ചക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതും 3 അല്ലി വെളുത്തുള്ളിയും നല്ല എരിവുള്ള 3 പച്ചമുളകും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 2 ചുവന്നുള്ളിയും ഒരൽപ്പം ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ. അപ്പോഴേക്കും ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ആ ചട്ടിയിലേക്ക് വേവിച്ച ചക്കയും അത് വേവിക്കാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്യാം. ചക്കപ്പുഴുക്ക് തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ചക്കക്കുരും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 വറ്റൽമുളകും കൂടി ചേർത്ത് ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ചക്കപ്പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചക്കപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.